എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐരാവതേശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപം ധാരാസുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. ഐരാവതേശ്വരൻ എന്നും അറിയപ്പെടുന്ന ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമൻ്റെ കാലത്താണ്, അതായത് 1143 തൊട്ട് 1173 വരെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ഐരാവതേശ്വര ക്ഷേത്രം, ബൃഹദീശ്വര ക്ഷേത്രം അതായത് തഞ്ചാവൂരിൽ, ഗംഗൈകൊണ്ട ചോളീശ്വര ക്ഷേത്രം അതായത് ഗംഗൈകൊണ്ട ചോളപുരത്തിൽ എന്നീ 3 ക്ഷേത്രങ്ങളെയും ചേർത്ത് ചോഴ മഹാക്ഷേത്രങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. 1987 യുനെസ്കോ ഐരാവതേശ്വര ക്ഷേത്രത്തെ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചു. ഹൈന്ദവ ദേവനായ ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഐരാവതേശ്വരൻ എന്ന പേരിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ആനയാണ് ഐരാവതം. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ഐരാവതത്തിന് വെളുപ്പ് നിറം നഷ്ടപ്പെട്ടു. നിറം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഐരാവതം ഈ സ്ഥലത്ത് വച്ച് ശിവനെ തപസ് ചെയ്തു. ശിവന്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ കുളത്തിൽ ഇറങ്ങിയ ഐരാവതത്തിന് വെളുപ്പ് നിറം തിരികെ ലഭിച്ചു എന്നാണ് കഥ. ഐരാവതത്തിൻ്റെ ദുഃഖം അകറ്റിയതിനാൽ ശിവനെ ഐരാവതേശ്വരൻ എന്നും വിളിക്കുന്നു. മരണത്തിൻ്റെ ദേവൻ എന്നറിയപ്പെടുന്ന യമനും ഇവിടെ വച്ച് ശിവനെ തപസ് ചെയ്തിരുന്നു. ശരീരം മുഴുവൻ ചുട്ടുപൊള്ളട്ടെ എന്ന മുനിശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു യമൻ്റെ തപസ്. ഇവിടുത്തെ കുളത്തിൽ കുളിച്ചു കയറിയ യമദേവന് ശാപമോക്ഷം ലഭിച്ചുവെന്നാണ് വിശ്വാസം. അതിനാൽ ഈ കുളത്തിനെ യമതീർത്ഥം എന്നും വിളിക്കാറുണ്ട്. പെരിയനായകി അമ്മൻ കോവിൽ. ഐരാവതേശ്വര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പെരിയനായകി അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം ഐരാവതേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കാണപ്പെടുന്നു. ശിവന്റെ പത്നിയായ പാർവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നന്ദി.